പ്രാർത്ഥനയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഉൽപ്പത്തി 24:12. അനന്തരം അവൻ പ്രാർത്ഥിച്ചു. അനന്തരം ഈ ഭൃത്യനാണ്. അനന്തരം ഈ ഭൃത്യൻ പ്രാർത്ഥിച്ചു, എന്റെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ. എന്ത് രസം കേൾക്കാൻ. അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ. എന്റെ യജമാനന്റെ മേൽ കനിയണമേ. ഞാനിതാ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ്. ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട്. നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക. നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ. അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. ഈ ദൈവ സന്ദേശം സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവ പൈതലുകൾ പണ്ട് മുതലേ അടയാളങ്ങൾ എന്ന് പറയണത് ദൈവഹിതമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി മനുഷ്യർക്ക് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണോ, ഈ വിഷയം ദൈവഹിതമാണോ? ദൈവഹിതമാണെങ്കിൽ അതിന് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടാകും. ദൈവഹിതത്തോട് നമ്മൾ വളരെ ഇൻറ്റിമസി ഉള്ളവരെ വെച്ചാൽ ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ത ജീവിതവും അനുഷ്ഠാന ജീവിതവും അല്ല. നമ്മളൊക്കെ പാലിക്കണമെന്ന് ഭക്ത ജീവിതവും അനുഷ്ഠാന ജീവിതമാണ്. അത് ആധ്യാത്മിക ജീവിതമാണ് നിർബന്ധമൊന്നുമില്ല. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ദൈവമായിട്ട് ബന്ധമാണ്. ആ ബന്ധമുള്ളവരെ നല്ല ബന്ധമുള്ളവർ ഇൻട്രാക്ട് ചെയ്യും, സംസാരിക്കും, അതുപോലെ വിശുദ്ധിയോടെ ജീവിക്കും, അങ്ങനെ കരുതലോടെ ജീവിക്കും. അപ്പോൾ അതുപോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നും അതിന് കോൺക്രീറ്റായിട്ട് നമുക്ക് എവിഡൻസ് തരുമെന്നും കൃത്യമായ തെളിവുകൾ തരുമെന്നും ആഴത്തിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവം തെളിവുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാ കാലത്തും കൊടുക്കും, ഒരു സംശയമില്ല. ഈശോ പറഞ്ഞു ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് നിന്നോട് 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നീ 2 മൈൽ പോകാൻ പറഞ്ഞില്ലേ? ഇപ്പം ഒരു മനുഷ്യ അത് വെച്ചാൽ അപ്പോൾ ആ വചനങ്ങൾക്കും മനസ്ഥിതികൾക്കൊന്നും മാറ്റമില്ല. ഒരു നോൻപെല്ലാം കഴിയുമ്പോൾ ആ നോൻപിൻ്റെ ഒരു ഫലങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും ലഭ്യമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം.